ഹായ് ഫ്രണ്ട്സ്, ഓണം സദ്യ സ്പെഷ്യൽ 9ാമത്തെ ഡിഷായ ഉരുളൻകിഴങ്ങും സോയ ചങ്ക്സും വെച്ചിട്ടുള്ളൊരു ഇറച്ചിക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറച്ചിക്കറി പോലെ ഉള്ള ഒരു വെജിറ്റേറിയൻ കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇത് ഇറച്ചിക്കറി അല്ലാന്ന് ആരും തന്നെ പറയില്ല. അപ്പോൾ നമുക്ക് നോയമ്പുള്ള സമയത്തൊക്കെ നമുക്ക് ഇറച്ചിക്കറി കഴിക്കണം തോന്നിയാൽ അത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അടുത്ത് കാണിച്ചാൽ കണ്ട ശരിക്കും ഇറച്ചിക്കറിയുടെ പോലെ തന്നെ ഉണ്ട്. അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടെ. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ഉരുളൻകിഴങ്ങും സോയ ചങ്ക്സും വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓണം സദ്യ സ്പെഷ്യൽ ഉരുളൻകിഴങ്ങ് സോയ ചങ്ക്സും വെച്ചിട്ടുള്ളൊരു ഇറച്ചിക്കറി മോഡലാണ് ഞാൻ വെക്കുന്നത്. ഇപ്പോൾ ഓണത്തിന് ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ചതച്ചതിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്ന മസാലയാണ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അതിട്ട് കൊടുത്ത് സിമ്മിൽ വെച്ചതിന് ശേഷം ഒന്ന് നന്നായി അതിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൽ വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ബീഫ് മസാല വേണമെങ്കിൽ ചേർക്കാം. ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മസാല നന്നായി മൂക്കണം. ഇനി നമുക്ക് സബോള, പച്ചമുളക് ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി ഇട്ട് വഴറ്റി കൊടുക്കണം. നമ്മുടെ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞു വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. മസാലയിൽ ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഉടച്ച് കൊടുക്കാം തക്കാളിയൊക്കെ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഇറച്ചിക്കറിയാണെന്നേ പറയുള്ളൂ. കഴിക്കുന്നതല്ല ഒരു അത്രയ്ക്ക് ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ബീഫ് ഉലർത്ത് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ബീഫ് കറിയെന്ന് വിചാരിക്കും. ചിക്കൻ മസാല ഇട്ടാൽ ചിക്കൻ കറിയെന്ന് തോന്നും. നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. സാധാരണ ഗരം മസാലയും പെരുംജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനി തീ സിമ്മിൽ വെച്ചിട്ട് കുറച്ച് ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ച് പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്ത സോയ ചങ്ക്സാണ്. കുറച്ച് വലിയ ഇതുപോലത്തെ സോയ ചങ്ക്സ് എടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ശരിക്കും ഇറച്ചിയായിട്ട് കറക്റ്റായിട്ട് തോന്നും.
ഇനി നമുക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. തീ നമുക്ക് സിമ്മിലിടാം. ഉരുളൻകിഴങ്ങിൻ്റെ പീസുകളിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്, 2 സബോള എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ പിഴിഞ്ഞ പാലാണ് ഇതൊഴിച്ച് കൊടുക്കുക. ഇനി വേവാനായിട്ട് ആവശ്യമുള്ള കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിക്കുക. നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിലാണ് നമ്മൾ മസാല മൂപ്പിക്കുന്നത്. സബോള ഒന്നും മൂപ്പിക്കുന്നില്ല കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതേപോലെ തന്നെ കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് സോയ ചങ്ക്സും വെന്ത് വന്നിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്കതിലേക്ക് ഒരു കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3 ചുവന്നുള്ളിയും 3 വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മസാല കൂടി ചേർക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അത്രക്കില്ല, അതിനെക്കാട്ട് കുറച്ച് കുറവ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം. ഇതുപോലെ നമ്മൾ ചെയ്താലാണ് കറക്റ്റ് ഇറച്ചിക്കറിയുടെ സ്വാദ് ഉണ്ടാവുള്ളൂ. ഇത് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് ഇറച്ചിക്കറി പോലെ കഴിക്കാനും, നമുക്ക് നോയമ്പെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇറച്ചി കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഈ കറി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി അല്ലേ, ഉരുളൻകിഴങ്ങും സോയ ചങ്ക്സ് ഇട്ടിട്ടുള്ള ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.